ഇനിയും തെരഞ്ഞെടുപ്പിൽ 6 ദിവസമുണ്ട്. സ്പീക്കറെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്റെ കയ്യിലുള്ള CBIന്റെ റിപ്പോർട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ഉറങ്ങുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റും. ഉറക്കം നടക്കുന്നവന്റെ ശരീരത്തിൽ ചൂടുവെള്ളം ഒഴിച്ചാലും അവൻ ഉണരില്ല. ജയിച്ചെന്നല്ല TV പറഞ്ഞത്, രക്ഷപ്പെട്ടെന്നാണ്. EMS രക്ഷപ്പെട്ടു. 1999 വോട്ടിന് കോൺഗ്രസുകാരനായ VS വിജയരാഘവനും. അന്നത്തെ പ്രധാനപ്പെട്ട ആയുധം എന്താണ്? K കരുണാകരനെതിരെ അടിയന്തരാവസ്ഥയിൽ രാജൻ കൊലക്കേസായിരുന്നു. തലശ്ശേരിയിൽ ദാരുണമായി 2006 കൊല്ലപ്പെട്ട ഫസലിനെ കൊന്നത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞത് ഫസലിന്റെ ഭാര്യ മറിയമാണ്. ഞങ്ങൾ ഇന്നലെ UDF ചോദിച്ച ചോദ്യം ഞാൻ ചോദിക്കുന്നു. ഈ കേസിൽ, ഫസൽ വധക്കേസിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റപത്രം റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ 14 വർഷം കഴിഞ്ഞിട്ടും എന്തേ അദ്ദേഹം തയ്യാറാവാത്തത്? തലശ്ശേരിയുടെ സമകാലീന രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഫോർമർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും തലശ്ശേരി നിവാസിയും കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് അസഫ് അലി സർ. സർ, ഇത്തവണ തലശ്ശേരി UDF പിടിക്കുമോ? നിശ്ചയമായും ഈ തവണ UDF ജയിക്കും. ഞാൻ പറയട്ടെ, ഇന്നെവിറ്റബിൾ വിൽ ഹാപ്പൺ, ഇമ്പോസിബിൾ വിൽ നോട്ട് ഹാപ്പൺ. UDF ജയിക്കുക എന്നുള്ളത് അനിവാര്യമാണ്, മറിച്ചുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറച്ചു പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലേക്ക് തലശ്ശേരി എന്നുള്ള പ്രതിനിധി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ KP സാജു ആയിരിക്കും. തലശ്ശേരി പോലെയുള്ള CPMന്റെ ഒരു ഉറച്ച കോട്ടയിൽ എങ്ങനെയാണ് UDF ജയിക്കുന്നത്? കേരള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, അതിന്റെ ദേശീയ ചരിത്രം പരിശോധിച്ചാൽ, CPMനുണ്ടായ തകർച്ച നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്നത്തതിന് സമാനമായ ഒരു അവസ്ഥയിലേക്കാണ് CPM ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. 1977 തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ EMS കോഴിക്കോട് ഒരു പത്രസമ്മേളനം നടത്തി. EMSനോട് ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും, ആര് തോൽക്കുമെന്ന് മറുപടി പറഞ്ഞതിന് പകരം EMS മറിച്ചൊരു ചോദ്യം ചോദിച്ചു. 57 ആരാണ് ജയിച്ചത്? അങ്ങനെയാണ്. 67 ആരാണ്? അങ്ങനെയാണ്. എന്നാൽ 77 ഞാനാണ്, 87 ഞാനാണെന്ന് വാചകമടിച്ച EMS തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ഒരു 7 കാണാനില്ല, 17 സീറ്റായി. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാന കേന്ദ്രമായ ആലപ്പുഴ, പാലക്കാട് ജില്ലയിൽ 3 ആനന്ദന്മാരാണ് തോറ്റത്. അച്യുതാനന്ദൻ, ബാലാനന്ദൻ, ചന്ദ്രാനന്ദൻ. 2 കൃഷ്ണന്മാരാണ് തോറ്റത്. MK കൃഷ്ണൻ, R കൃഷ്ണൻ. KR ഗൗരി തോറ്റു. ചാത്തുള്ളി മാസ്റ്റർ തോറ്റു. EMS തന്നെ ജയിച്ചത് പാലക്കാട്ടെ ആലത്തൂർ മണ്ഡലത്തിൽ. അന്ന് റേഡിയോ ആണ്, TV ഒന്നുമില്ല. ജയിച്ചെന്നല്ല TV പറഞ്ഞത്, രക്ഷപ്പെട്ടെന്നാണ്. EMS രക്ഷപ്പെട്ടു. 1999 വോട്ടിന് കോൺഗ്രസുകാരനായ VS വിജയരാഘവനോട്. മാർക്സിസ്റ്റ് പാർട്ടി കംപ്ലീറ്റ് തകർന്നടിഞ്ഞു. നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം അന്ന് ചോദിച്ചാൽ പ്രസക്തമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിയന്തരാവസ്ഥയുടെ അന്നത്തെ പ്രധാനപ്പെട്ട ആയുധം എന്താണ്? K കരുണാകരനെതിരെ അടിയന്തരാവസ്ഥയിൽ രാജൻ കൊലക്കേസായിരുന്നു പ്രധാനപ്പെട്ട ആയുധം. പോലീസ് അതിക്രമമായിരുന്നു പ്രധാനപ്പെട്ട ആയുധം. മാത്രമല്ല, ഇന്നത്തതിനേക്കാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം വന്ന RSS ഉണ്ടായിരുന്നു, BJP ഉണ്ടായിരുന്നു, ജനസംഘം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ, UDFനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. K കരുണാകരന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ അധികാരത്തിൽ വന്നത് UDF 111 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ്. ആ ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കും, BJPയുമായി സഖ്യമുണ്ടല്ലോ, ഉറപ്പല്ലേ? എന്തുകൊണ്ട്? BJPക്കെതിരെ BJPയുടെ നയങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലേ ഇത്? BJP പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ പദ്ധതി ഒപ്പിട്ടു കൊടുത്തില്ലേ മന്ത്രിസഭ പോലും അറിയാതെ? എന്താണ് പറയാനുള്ളത്? മോഡി കുനിയാൻ പറയുമ്പോൾ എഴയുന്ന മുഖ്യമന്ത്രിയല്ലേ ശ്രീ പിണറായി വിജയൻ? കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. മോഡി ട്രംപിന്റെ മുമ്പിൽ പോയി കൈ കൊടുക്കുകയല്ല, കൈ പിടിച്ചു മുത്തുകയാണ്. പിണറായി വിജയൻ മോഡി എടുത്തു പോകുമ്പോൾ കൈ പിടിച്ച് മുത്തുകയാണ്. സിദ്ധരാമയ്യയും
നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധമാണ്. സ്റ്റാലിനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധമാണ്. പക്ഷേ പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം ഒരു ഭൃത്യനും യജമാനനും തമ്മിലുള്ള ബന്ധമാണ്. ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? UDF ഇത്തവണ തലശ്ശേരി മണ്ഡലത്തിൽ ഒരു സീരിയസ് സ്ഥാനാർത്ഥി തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. UDF നിർത്താൻ പറ്റിയ ഏറ്റവും സ്വീകാര്യനായ, സത്യസന്ധനായ, ആത്മാർത്ഥതയുള്ള, നിഷ്കളങ്കനായ, പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന തലശ്ശേരിയുടെ പ്രകാശഗോപുരമായ ഇന്ദിരാഗാന്ധി ആശുപത്രിയുടെ ചെയർമാനും ഡയറക്ടറും കൂടിയായ KP സാജുവിനെയാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് UDF ഇത്രയും വലിയ ഒരു ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് പറയാൻ കാരണം. തലശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി ഒരു കൊലക്കേസിലെ പ്രതിയാണെന്നാണ് പറയുന്നത്. ഒരു കൊലക്കേസിൽ പ്രതിയായത് കൊണ്ട് മാത്രം വിചാരണക്ക് മുമ്പ് ഒരാൾ എങ്ങനെയാണ് കുറ്റക്കാരൻ എന്ന് മുദ്ര കുത്താൻ പറ്റുന്നത്? അങ്ങനെ UDF പറഞ്ഞില്ല. തലശ്ശേരിയിൽ ദാരുണമായി 2006 കൊല്ലപ്പെട്ട ഫസലിനെ കൊന്നത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞത് ഫസലിന്റെ ഭാര്യ മറിയമാണ്. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പല നടപടികളും തലശ്ശേരിയിലെ വോട്ടർമാരിലെയും നമ്മളിലും സംശയങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം CPM-നാണ്, ആ സ്ഥാനാർത്ഥിക്കാണ്. നമ്മൾ 2006 തിരിഞ്ഞു നോക്കുക. ആ സംഭവം വളരെ ദാരുണമായിരുന്നു. 2006 ഒരു പെരുന്നാൾ ദിവസം രാവിലെ JT റോഡിൽ വെച്ച് ഒരു പത്രവിതരണക്കാരനായ ഫസലിനെ ദാരുണമായി വെട്ടി നുറുക്കി കൊന്നു. രാവിലെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഒരു ബന്ധു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഉടനെ K. ബാലകൃഷ്ണൻ അഡ്വക്കേറ്റിനെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി തലശ്ശേരി ആശുപത്രിയിൽ പോയി. നൂറുകണക്കിന് വാഹനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് പല കർണാടക രജിസ്ട്രേഷനിലൂടെ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ആഭ്യന്തരമന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ എത്തി. അദ്ദേഹം മോർച്ചറിയിൽ കയറി ബോഡി കണ്ട് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞു, ഫസലിനെ കൊന്നിരിക്കുന്നത് RSSകാരാണ്. അത്ഭുതമായി. ഒരു കൊലപാതകം നടന്ന് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല, അന്വേഷണം ആരംഭിച്ചിട്ടില്ല. അതിനു മുമ്പ് കേരളത്തിന്റെ പോലീസിന്റെ തലപ്പത്തുള്ള ആഭ്യന്തരമന്ത്രി പ്രതിയെ പ്രഖ്യാപിക്കുന്നു. ഞങ്ങളവിടെയുള്ള മാധ്യമക്കാരോട് ഞങ്ങൾ ചോദിച്ചു, എങ്ങനെ ആഭ്യന്തരമന്ത്രിക്ക് ഈ വിവരം കിട്ടി? ആഭ്യന്തരമന്ത്രിക്ക് എങ്ങനെ ഇതിൽ തീരുമാനം കൽപ്പിക്കാൻ സാധിച്ചു? പിറ്റേ ദിവസം ഐക്യജനാധിപത്യ മുന്നണി യോഗം ചേർന്നു, തീരുമാനിച്ചു ഇതിൽ സത്യസന്ധമായ അന്വേഷണം വേണം. സത്യസന്ധമായ അന്വേഷണം കേരള പോലീസിന്റെ ഭാഗത്തുണ്ടാവില്ല. കാരണം പോലീസ് മന്ത്രി പ്രതിയെ പ്രഖ്യാപിച്ചിട്ടാണ് അന്വേഷണം ആരംഭിക്കുന്നത്. ഒരു കൊലപാതകം നടന്നാൽ ആദ്യം ഇന്നയാളാണ് പ്രതി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അന്വേഷണം ആ പ്രതിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെരുപ്പിനൊത്ത് കാലുമുറിക്കുന്നത് പോലെയായിരിക്കും. UDF നിരന്തരമായ സമരം നടത്തി, ഒപ്പ് ശേഖരണം നടത്തി. പഴയ ബസ് സ്റ്റാൻഡിലെ പന്തലിട്ട് ആയിരക്കണക്കിന് ആളുടെ ഒപ്പ് ശേഖരിച്ച് അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദന് കൊണ്ടുകൊടുത്തു പറഞ്ഞു, ഈ കേസ് CBI കൊണ്ടുവന്ന് അന്വേഷിക്കണം. CBI ഒരു കേന്ദ്ര ഏജൻസിയാണ്. അന്വേഷിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം. സർക്കാരിനൊന്നില്ല. അപ്പോഴാണ് ഫസലിന്റെ പത്നി ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. ഹൈക്കോടതി പറഞ്ഞു ഇത് CBI അന്വേഷിക്കണം. കാരണം ഫസലിന്റെ മുറിവേറ്റ ആ ശവശരീരത്തിന്റെ മുകളിൽ ഒരു ശൂലം കൊണ്ടുപോയിട്ടിരിക്കുന്നു. ഫസലിന്റെ രക്തം പുരണ്ട വസ്ത്രം അടുത്തുള്ളൊരു അമ്പല വളപ്പിൽ നിന്ന് കിട്ടി. CBI അന്വേഷണം ഉത്തരവിട്ടു. CBI അന്വേഷണം ആരംഭിച്ചു. അപ്പോഴേക്ക് വർഷങ്ങൾ പിന്നിട്ടു. 2006 നടന്ന സംഭവം 2012 CBI അന്വേഷണത്തിന്റെ ഫലമായി 2 വില്ലന്മാരെ അറസ്റ്റ് ചെയ്തു, ജയിലിൽ. അതിലൊരാളാണ് ഇവിടെ സ്ഥാനാർത്ഥി. നമ്മൾ അയാളാണ് ഫസലിനെ കൊന്നതെന്ന് നിങ്ങൾ പറയുന്നില്ല. അദ്ദേഹത്തെ ജയിലിലായി. അവസാനം കോടതി ജാമ്യം കൊടുത്തു പറഞ്ഞു അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ കിടക്കാൻ പാടില്ല. ആ 2 പേർക്കും കണ്ണൂർ ജില്ലയിൽ മാസങ്ങളോളം കിടക്കാൻ പറ്റിയില്ല. കുറ്റപത്രം കൊടുത്തു CBI. ഇവർ 2 പേരെയും മുഖ്യ കോൺസ്പിറേറ്ററായി. ഞാൻ ഇവിടെ സംസാരിക്കുന്ന അവസരത്തിൽ കാസർഗോഡ് ഒരു കൊലപാതകം നടന്നു. എന്നെ കൊലക്കേസിൽ പ്രതിയാക്കി. കുറ്റപത്രം കൊടുത്താൽ ഞാൻ എന്റെ പേരിലുള്ള കുറ്റപത്രം റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കും. ഞങ്ങൾ ഇന്നലെ UDF ചോദിച്ച ചോദ്യം ഞാൻ ചോദിക്കുന്നു,
ഈ കേസിൽ ഫസൽ വധക്കേസിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റപത്രം റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ 14 വർഷം കഴിഞ്ഞിട്ടും എന്തേ അദ്ദേഹം തയ്യാറാവാത്തത്? ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കേണ്ടത് കോടതിയിലാണ്. അദ്ദേഹം പൂർണ്ണമായി നിരപരാധിയാണെങ്കിൽ എന്തിനെ അദ്ദേഹം വിചാരണ നേരിടണം? ഒന്നാമത്തെ ചോദ്യം അതാണ്. 2016 ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു മെയ് മാസത്തിൽ. 4 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു കൊലക്കേസിൽ പ്രതിയായ കുപ്പി സുബീഷ് എന്ന് പറയുന്ന ഒരാൾ ഒരു കുറ്റസമ്മതം മൊഴി നൽകിയിരിക്കുന്നു, ഞാനാണ് ഫസലിനെ കൊന്നത്. ഉടനെ തന്നെ ഹൈക്കോടതിയിൽ ഹർജി വന്നു. കുപ്പി സുബീഷിന്റെ കുറ്റസമ്മത മൊഴി തുടരന്വേഷണമായി CBI നടത്തണം. CBI ആ അന്വേഷണം നടത്തി, സമഗ്രമായി അന്വേഷിച്ചു. 2016 കുറ്റസമ്മത മൊഴി സംബന്ധിച്ച് 5 വർഷം അന്വേഷണം നടത്തി. 2021 CBI ഒരു റിപ്പോർട്ട് എറണാകുളത്തെ CBI കോടതിയിൽ കൊടുത്തു. അതിലെന്താ പറഞ്ഞെന്നറിയുമോ? ഈ കുറ്റസമ്മത മൊഴി DYSP ആയിരുന്ന സദാനന്ദനും പ്രിൻസ് അബ്രഹാമും തലശ്ശേരിയിൽ അന്നത്തെ CIയും കൂടി ഈ കുപ്പി സുബീഷ് എന്ന് പറയുന്ന വിദ്വാനെ മർദ്ദിച്ച് അവശനാക്കി കള്ളത്തരത്തിൽ ഉണ്ടാക്കിയതാണ്. ആ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്ന സാഹചര്യങ്ങൾ ഒരു കാരണവശാലും അപ്രകാരം ഒരു കൊലപാതകം ഈ കുപ്പി സുബീഷിന് നടത്താൻ പറ്റില്ല. 4 ആൾ ഒരു സ്കൂട്ടറിൽ കയറി മുകളിൽ കയറി പോയിട്ടാണ് സംഭവ സ്ഥലത്ത് പോയി എന്നാണ് ഈ മൊഴിയിൽ പറയുന്നത്. ആ മൊഴി റെക്കോർഡാക്കിയ രീതി തെറ്റാണ്. ആ കുപ്പി സുബീഷ് എന്ന് പറയുന്ന വിദ്വാനെ മർദ്ദിച്ച് അവശരാക്കി ശരീരത്തിനാകമാനം ഗുരുതരമായ പരിക്കേൽപ്പിച്ച് ഒരു മൊഴി സംഘടിപ്പിച്ചിട്ടാണ് ഇവിടുത്തെ നേതാക്കന്മാർക്കും മറ്റു പ്രതികൾക്കും രക്ഷപ്രാപിക്കാൻ വേണ്ടി ഒരു അവസരമുണ്ടാക്കിയത്. CBI എടുത്ത റിപ്പോർട്ടിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ 3 പോലീസുകാർക്കെതിരെ ഒരാളെ മർദ്ദിച്ച് അവശരാക്കി കള്ളത്തരത്തിൽ കുറ്റസമ്മത മൊഴി വാങ്ങിയാൽ അത് 10 വർഷം വരെ തടവ് ശിക്ഷ നൽകുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ 331 വകുപ്പ് പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. അതിൽ അവരെ പേരിൽ കേസെടുക്കണം എന്ന് പറഞ്ഞു. എന്റെ ആ റിപ്പോർട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ ഇവിടുത്തെ സ്ഥാനാർത്ഥിയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മറ്റേ നേതാവും ചോദ്യം ചെയ്യാത്തത്? സർ, നിങ്ങൾക്കെതിരെ ഒരു കള്ളമൊഴിയാണ്, ഒരു കള്ളത്തരത്തിലുള്ള റിപ്പോർട്ടാണ് പോലീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ജനാധിപത്യ ഇന്ത്യയാണ്. നിങ്ങൾക്കത് ചോദ്യം ചെയ്യാം, അത് റദ്ദാക്കാം, നിങ്ങൾക്ക് ക്ലീൻ ചിറ്റ് വാങ്ങാം. നിങ്ങൾ അതിന് തയ്യാറാവുന്നില്ല. ഈ 2 സാഹചര്യത്തിലാണ് ഞങ്ങൾ പറയുന്നത് ഫസൽ വധത്തിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പങ്ക് തികച്ചും സംശയാസ്പദമാണ്. ആ പങ്ക് നിരപരാധിയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ 14 കൊല്ലം കേസുമായി കെട്ടിവരിയില്ല. ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് പണ്ടേ ക്ലീൻ ചിറ്റ് വാങ്ങിയേനെ. കുപ്പി സുബീഷിനെതിരെയുള്ള ഈ കുപ്പി സുബീഷിന് നൽകിയിരിക്കുന്ന ഈ കുറ്റസമ്മത മൊഴി സത്യമാണെങ്കിൽ ഇവർക്കെല്ലാം നിരപരാധിയാണ്. അത് സത്യമല്ല, കളവാണ്. ബലം പ്രയോഗിച്ച് മർദ്ദിച്ച് അവശരാക്കി പോലീസ് ഉണ്ടാക്കിയ ഒരു കള്ളരേഖയാണ്, കള്ളമൊഴിയാണ്. അതിന്റെ പേരിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ 10 കൊല്ലം തടവ് ശിക്ഷ നൽകുന്ന കുറ്റമാണ്. അത് കേസെടുക്കണമെന്ന് CBI പറഞ്ഞപ്പോൾ എന്തേ ആ പോലീസുകാർ അതിനെ ചോദ്യം ചെയ്യാത്തത്? എന്തേ ഇവിടുത്തെ ഈ സ്ഥാനാർത്ഥി അത് ചോദ്യം ചെയ്യാത്തത്? ഈ സാഹചര്യമാണ് തലശ്ശേരിയിലെ വോട്ടർമാരുടെ മുമ്പിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞേ തീരും. സർ, ഈ പറഞ്ഞ കുപ്പി സുബീഷിന്റെ മൊഴി ഉപയോഗിച്ചിട്ടാണോ AHMC ഇപ്പോഴത്തെ സിറ്റിംഗ് സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ടുള്ള കാരായ രാജനെ നിരപരാധിയാണെന്ന് പറയുന്നത്? എനിക്ക് ബഹുമാനപ്പെട്ട സ്പീക്കറോട് സഹതാപമുണ്ട്. ഇനിയും തെരഞ്ഞെടുപ്പിൽ 6 ദിവസമുണ്ട്. സ്പീക്കറെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്റെ കയ്യിലുള്ള CBIന്റെ റിപ്പോർട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ഉറങ്ങുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റും. ഉറക്കം നടിക്കുന്നവന്റെ ശരീരത്തിൽ ചൂടുവെള്ളം ഒഴിച്ചാലും അവൻ ഉണരില്ല. കുപ്പി സുബീഷിന്റെ മൊഴി കള്ളരേഖയാണെന്നും കള്ളമൊഴിയാണെന്നും പോലീസ് ഉണ്ടാക്കിയതാണെന്നും CBI പറഞ്ഞത് ബഹുമാനപ്പെട്ട സ്പീക്കർ അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ അത് പറയട്ടെ, ഞാനത് അറിയില്ല. തലശ്ശേരിയിൽ നാളെ നമ്മൾ വെല്ലുവിളിക്കുന്നു പരസ്യമായ സംവാദത്തിന്.
ഈ കുപ്പി സുബീഷിന്റെ മൊഴി കള്ളമൊഴിയാണ്, പോലീസ് ഉണ്ടാക്കിയ മൊഴിയാണ്, ബലം പ്രയോഗിച്ചുണ്ടാക്കിയ മൊഴിയാണ്. ആ പോലീസിനെതിരെ കേസെടുക്കണമെന്ന് CBI പറഞ്ഞതിന് 2021 കൊടുത്തത്. ഇന്ന് വരെ അത് ചോദ്യം ചെയ്തിട്ടില്ല, അത് കളവാണെന്ന് പറഞ്ഞിട്ടില്ല, അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട ഷംസീർ ഈ വാചക പ്രസംഗം നടത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. BJP CPM രഹസ്യ ബാന്ധവമെന്നാണല്ലോ UDF പറയുന്നത്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? രഹസ്യമാണോ പരസ്യമാണോ? ഞങ്ങൾ ചോദിക്കുന്ന 2-3 ചോദ്യങ്ങൾക്ക് CPM മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഇന്ത്യയിലെ UP എന്ന് പറയുന്ന സംസ്ഥാനത്ത് ന്യൂനപക്ഷ വേട്ട നടക്കുകയാണ്. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ റംസാൻ മാസത്തിൽ ഒരു സംഭവം ഉണ്ടായി. രാത്രിയിലെ തറാബി നിസ്കരിക്കുമ്പോൾ UP പോലീസ് പള്ളിയിൽ കയറി പറഞ്ഞു 20-ലധികം ആളുകൾ അവിടെ തറാബി നിസ്കരിക്കാൻ പാടില്ല, അവരൊക്കെ അടിച്ചിറക്കി. ആ പള്ളി അധികാരികൾ ബഹുമാനപ്പെട്ട അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു, നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 25 പറയുന്നു, ഇന്ത്യയിൽ അതിജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും യഥേഷ്ടം തങ്ങൾ വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കാനും അനുഷ്ഠിക്കാനും ആചരിക്കാനുള്ള അവകാശമുണ്ട്. തറാബി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ UP പോലീസിന് അധികാരമില്ല. അപ്പൊ അഖലാഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ UPയിൽ തല്ലിക്കൊന്നു. അദ്ദേഹം ബീഫ് കൈവശം വെച്ചു അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഫ്രിഡ്ജിൽ. അവസാനം കേസ് എവിടെ എത്തിയില്ല. അവിടുന്ന് കണ്ടെടുത്ത മാംസം ബീഫായിരുന്നില്ല. അഖലാഖ് മരിച്ചു. അങ്ങനെ നിരവധി ആളുകളെ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷത്തിൽ UP പോലീസ് ഒരു കരിമ്പിൻ തോട്ടത്തിൽ കയറിയ കാട്ടാനയെ പോലെ ക്രിസ്മസ് കരോൾ അടിച്ച് കലക്കി. കേരളത്തിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിലാണ് നടത്തിയത്. അത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിന്റെ മേൽ കോടികൾ ചെലവഴിച്ചതിനെ കുറിച്ച് കേരള ഹൈക്കോടതി ഒരുപാട് ക്രമക്കേടുകൾ, തട്ടിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിരിക്കട്ടെ, ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇന്ത്യയിലെ 28 മുഖ്യമന്ത്രിമാരിൽ ഒരു മുഖ്യമന്ത്രിയുടെ സന്ദേശമാണ് നമ്മുടെ മന്ത്രി വാസവൻ വായിച്ചത്. അത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശമായിരുന്നു. ഞങ്ങൾ ചോദിക്കുന്നു, ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് യോഗി ആദിത്യനാഥ് ഒരു മതേതര വിശ്വാസിയായതുകൊണ്ടാണോ വർഗീയവാദിയായതുകൊണ്ടാണോ? നിങ്ങളുടെ ദൃഷ്ടിയിൽ യോഗി ആദിത്യനാഥ് വർഗീയവാദിയാണോ മതേതരവാദിയാണോ? BJPയെ പ്രകീർത്തിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, രഹസ്യ ബാണ്ഡവമല്ല പരസ്യ ബാണ്ഡവമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയാണ് CPMന്റെ പിണറായി വിജയൻ. മോഡിക്കെതിരെ ഏതെങ്കിലും ഒരു യോഗത്തിൽ ഒരു സ്ട്രീറ്റ് മീറ്റിംഗിൽ പോയി പ്രസംഗിക്കാൻ പിണറായി വിജയൻ എന്തേ തയ്യാറാവാതിരുന്നത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിറ്റേ ദിവസം കേരളത്തിലെ നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ, KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും സതീശൻ VDയും എല്ലാം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പോയി രാഹുൽ ഗാന്ധിയോടൊപ്പം മോഡിക്കെതിരെ അതിശക്തമായ രീതിയിൽ പ്രചരണ പരിപാടികൾ മുഴുകി. പിണറായി വിജയൻ നേരെ ദുബായിലേക്കാണ് പോയത്. എന്തേ മോഡിക്കെതിരെ നിങ്ങൾ ഒരു യോഗത്തിൽ പോയി പ്രസംഗിക്കാത്തത്? മോഡിക്കെതിരെ ഒരു വാക്ക് പറയാത്തത് എന്താണ്? മോഡി എന്ന് കേൾക്കുമ്പോൾ മുട്ടുവിറക്കും. അതുകൊണ്ടാണ് പറയുന്നത് രഹസ്യധാരണയല്ല പരസ്യധാരണയാണ്. എങ്ങനെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത്? എങ്ങനെയാണ് പൂരം കലക്കാൻ ഒരു ADGPയെ ഉപയോഗിച്ച് RSSകാരനുമായി ധാരണയാക്കി പൂരം കലക്കി ഹിന്ദു ജനവിഭാഗത്തിന്റെ വോട്ട് CPM ഇടതുമുന്നണിക്കെതിരായി BJPക്ക് വീഴ്ത്താൻ? പരസ്യമായതല്ലേ സുഹൃത്തുക്കളെ. BJP ഏതെങ്കിലും കാരണവശാൽ ഒരു ലോക്സഭാ സീറ്റ് ജയിക്കുമോ? ജയിച്ചത് എങ്ങനെയാണ്? പിണറായി വിജയന്റെ ആശീർവാദത്തോടു കൂടിയല്ലേ BJP താമരക്ക് ആദ്യമായി കേരളത്തിൽ ഒരു സീറ്റ് വാങ്ങിക്കൊടുത്തത്. ആ BJPക്കെതിരെ ഒരു വാക്ക് പറയാൻ കഴിയുമോ? കാരണം മകളുടെ കേസാണ്, തനിക്കെതിരെയുള്ള കേസാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി 2 കൊല്ലം ജയിലിലായിരുന്നു ED കേസിൽ. കേരള ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? സ്വർണ്ണ കള്ളക്കടത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കണ്ടെത്തിയത്.
ആ മുഖ്യമന്ത്രി അറിയാതെയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ യാതൊരു അർഹതയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത് അദ്ദേഹം അറിയില്ലെങ്കിൽ പിന്നെ അദ്ദേഹം എന്തിനാണ് മുഖ്യമന്ത്രിയും വന്ന് ബോർഡും വെച്ച് കാറും എടുത്ത് നടക്കുന്നത്? അപ്പൊ കള്ളക്കടത്തിന്റെ പേരിൽ കൊള്ളയടിച്ച് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയ ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ 2 കൊല്ലം ജയിലിലിട്ടു. എന്തിനാണ്? കർഷക സമരം നടത്തിയതിന്റെ പേരിലാണോ? ഒന്നുമല്ല. നടത്തിയിരിക്കുന്നത് എന്താണ്? കള്ളക്കടത്താണ്. അതിന് പരിരക്ഷ വേണമെങ്കിൽ മോഡിയുടെ സഹായം വേണം. അതുകൊണ്ടാണ് BJPയെ താങ്ങി നടക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി. ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. കഴിഞ്ഞ മന്ത്രിസഭയെ സർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരം നാണം കെട്ട ഒരു മന്ത്രിസഭ നമ്മൾ പരിശോധിക്കൂ. ഗണേഷ് കുമാർ എന്ന് പറയുന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രിസഭ ഇന്നും അദ്ദേഹം മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന എന്താണ്? മന്ത്രി മന്ദിരത്തിൽ മന്ത്രി ഉള്ളിടമാണ് മന്ത്രി മന്ദിരം. മന്ത്രി മന്ദിരത്തിൽ അനാശ്വാസം നടത്തു ഒരു സ്ത്രീയെ വ്യഭിചരിച്ചു പരസ്യമായി. ഇത് വിളിച്ചു പറഞ്ഞത് UDF അല്ല, ഇത് വിളിച്ചു പറഞ്ഞത് കോൺഗ്രസ് അല്ല, ലീഗ് അല്ല, ഇത് വിളിച്ചു പറഞ്ഞത് സ്വന്തം ഭാര്യയാണ്. ആ മന്ത്രിയെ കുറിച്ചാണ് പിണറായി വിജയൻ പറയുന്നത് ശക്തനാണ്, കരുത്തനാണ്, സത്യസന്ധനാണ്, നീതിമാനാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മന്ത്രിയുടെ ഭവനത്തിൽ ഇതുപോലെ സ്വന്തം മന്ത്രിമന്ദിരത്തിൽ വ്യഭിചാരം നടത്തിയെന്ന് പരസ്യമായി സ്വന്തം ഭാര്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ട് ആ മന്ത്രിയെ സ്പർശിക്കാൻ, തൊടാൻ ഈ പിണറായി വിജയന് കഴിഞ്ഞില്ല. അവസാനം ഭാര്യക്ക് സർക്കാരിന്റെ 1000 ചില്ലാനം കോടി രൂപയുടെ കരാർ ഒരു കൊട്ടേഷനും ഇല്ലാതെ കൊടുത്തു. അത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. ഞാൻ ചോദിക്കട്ടെ, പാമ്പുലിന് ഇറക്കുമതി കൊട്ടേഷൻ ഇല്ലാത്തതിന്റെ പേരിൽ നടത്തിയതിനാണ് കരുണാകരനെ പ്രോസിക്യൂട്ട് ചെയ്തത്. മിൽമയുടെ കരാർ ഗണേഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് കൊടുത്തത് എന്തടിസ്ഥാനത്തിലാണ്? ഏത് നിയമത്തിന്റെ ബലത്തിലാണ്? വ്യഭിചാരം നടത്തി പുറത്തു വന്ന കഥകൾ ഒതുക്കി തീർക്കാൻ വേണ്ടി എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് ലഭിക്കേണ്ട പണം കേരള സർക്കാരിന് നഷ്ടമുണ്ടാക്കി ആ സ്ത്രീയെ മധ്യസ്ഥത്തിന് വിളിച്ചു വരുത്തി. എന്തൊരു ലജ്ജാകരമാണ് ഇതുപോലൊരു ഭരണകൂടം. നമുക്ക് ഓർമ്മയില്ലേ ശ്രീ വീണ ജോർജ് കണ്ണൂരിൽ KSUവിന്റെ 5 പ്രവർത്തകന്മാരെ 16 ദിവസം ജയിലിലിട്ടു. ആ സ്ത്രീ പറഞ്ഞത് പച്ചക്കള്ളമല്ലേ? ഒരു കറുത്ത കൊടി കാണിക്കുമ്പോഴേക്ക് എന്നെ കൊല്ലാൻ വേണ്ടി വന്നു. കറുത്ത കൊടി കൊണ്ട് ഒരാളെ കൊല്ലാൻ പറ്റുമോ? ലോകം കാണുന്നില്ലേ? 1ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് ചിരിച്ച് KSUക്കാരോട് ഗർജിച്ച് 2ാം പ്ലാറ്റ്ഫോമിലേക്കും 3ാം പ്ലാറ്റ്ഫോമിലേക്കും പോയി അവിടെ എത്തി ഒരു ഫോണ് വരുമ്പോൾ പെട്ടെന്ന് കഴുത്തിന് വേദന വരുന്നു. ബഹുമാന്യനായ സ്പീക്കർ എവിടെയുണ്ട്? അങ്ങനെ ഒരു മന്ത്രിയെ വധിക്കാനുള്ള നീക്കം നടന്ന സ്പീക്കർ വണ്ടി കയറി പോകാൻ പാടുണ്ടോ? ICUവിൽ കൊണ്ടുപോയ മന്ത്രിയെ പാതിര പുലർച്ചെ സ്വന്തം ഭർത്താവ് കാറിൽ വന്ന് തട്ടിക്കൊണ്ടുപോയി. ഇന്നും ആ മന്ത്രി പോലീസിന് മൊഴി കൊടുത്തിട്ടില്ല. കണ്ണൂർ ഇന്നത്തെ UDF സ്ഥാനാർത്ഥി ശ്രീ മോഹനൻ അദ്ദേഹം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. അദ്ദേഹം കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പരാതി കൊടുത്തു. ഇത് കള്ളക്കേസാണ്. ആ കേസ് വിചാരണയിൽ ഇരിക്കുകയാണ്. AK ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയില്ലേ, അദ്ദേഹം ഒരു സ്ത്രീയോട് കിന്നാരം പാടുന്നത് നമ്മൾ TV-യിൽ കാണുമ്പോൾ, കുടുംബസമേതം കാണുമ്പോൾ നാണിച്ചു പോയി. കേരളത്തിന്റെ ഒരു മന്ത്രി ഒരു സ്ത്രീയോട് കിന്നാരം പറയുന്നു, ലൈംഗിക സൗകര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, യാചിക്കുന്നു. ലജ്ജവല്ലേ? ആ മന്ത്രിയല്ലേ പിടിച്ച് പുറത്താക്കി പിന്നീടും തിരിച്ചു കൊണ്ടുവന്നത്? കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നാറിയ മന്ത്രിമാരുള്ളൊരു സർക്കാരാണ് ഈ 10 വർഷം കേരളത്തിൽ ഉണ്ടായിരുന്നതിന്റെ തെളിവ് ഇതിൽ കവിഞ്ഞ് വേറെ ഇല്ല. നമുക്ക് ഓർമ്മയുണ്ട് PD ചാക്കോ. ആരാണ് PD ചാക്കോ? ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു 57-ലെ. PD ചാക്കോ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ വാഹനം ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായി. കാറിൽ യാത്ര ചെയ്തതാണ് ഒരു സ്ത്രീ. കോൺഗ്രസ് പ്രസിഡന്റ് കാമരാജ് പറഞ്ഞു, മിസ്റ്റർ ചാക്കോ യു സ്റ്റെപ്പ് ഡൗൺ, രാജിവെക്കൂ, പുറത്താക്കൂ. PD ചാക്കോ രാജിവെച്ചു. അതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. അങ്ങനെയാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വരുന്നത്. PD ചാക്കോ മന്ത്രിമന്ദിരത്തിൽ വെച്ച് സ്ത്രീയെ വ്യഭിചരിച്ച തായിരുന്നില്ല PD ചാക്കോനെതിരെയുള്ള കുറ്റം. അദ്ദേഹത്തിന്റെ കാറിൽ
ഒരു സ്ത്രീ എങ്ങനെയോ യാത്ര ചെയ്തു, അതൊരു ആക്സിഡന്റ് ആയപ്പോൾ ആ സ്ത്രീ ഉണ്ടായി. അത്ര കണ്ട് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു പാരമ്പര്യമുള്ള ഒരു സ്റ്റേറ്റിലാണ് മന്ത്രിമന്ദിരത്തിൽ ഒരു സ്ത്രീയെ വ്യഭിചരിക്കുന്നു എന്ന് സ്വന്തം ഭാര്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ട് ആ മന്ത്രി മാന്യനും യോഗ്യനും ആണ് എന്ന് മുഖ്യമന്ത്രി സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. എന്തൊരു ലജ്ജകരമാണ്. ഷെയിം. തലശ്ശേരിയിൽ വളർന്ന ഒരാളെന്ന രീതിയിലും ഒരുപാട് യാത്രകൾ ചെയ്ത് ഒരാളെന്ന രീതിയിലും തലശ്ശേരിയുടെ വികസനത്തെ സർ എങ്ങനെ നോക്കി കാണും? ലോകമറിയപ്പെടുന്ന ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു തലശ്ശേരിക്കാരൻ മൂർക്കോത്ത് രാമണി സാർ. മൂർക്കോത്ത് രാമണി സാർ പറയും, ബ്രിട്ടീഷുകാർ ഇന്ന് തലശ്ശേരി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വഴി തെറ്റിപ്പോവില്ല. കാരണം അന്നത്തെ തലശ്ശേരി ഇന്നത്തെ തലശ്ശേരി ഒന്നാണ്. ഒരു വികസനവും തലശ്ശേരിയിൽ നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആകെ കാണുന്ന വികസനം പഴയ സ്റ്റാൻഡിലെ ജൂബിലി കോംപ്ലക്സും പുതിയ ബസ് സ്റ്റാൻഡുമാണ്. ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തലശ്ശേരിയിൽ എന്തെങ്കിലും വികസനം നടന്നതായി CPM പാർട്ടിക്കോ ഇടതുപക്ഷ മുന്നണിക്കോ അവകാശപ്പെടാൻ പറ്റുമോ? തലശ്ശേരിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? മുഖ്യമന്ത്രി തലശ്ശേരിയിൽ നിന്നായിരുന്നു, ആഭ്യന്തരമന്ത്രി തലശ്ശേരിയിൽ നിന്നായിരുന്നു, ഇപ്പോൾ സ്പീക്കറും തലശ്ശേരിയിൽ നിന്നാണ്. തലശ്ശേരിയിൽ VM സുധീരൻ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് ആരംഭിച്ച ഒരു അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ തുടക്കം ഇപ്പോഴും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ കേരളത്തിലെ മറ്റു പല സംസ്ഥാനങ്ങളെ പല പട്ടണങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തലശ്ശേരി 67-ൽ നഗര ശതാബ്ദി ആഘോഷിച്ച പട്ടണമാണ്. നമുക്ക് തൊട്ടങ്ങ് ഈ സംസ്ഥാന രൂപീകരണ വേളയിൽ കണ്ണൂർ ജില്ലയുടെ ആസ്ഥാനം ശരിക്കും തലശ്ശേരിയാണ് നിർദ്ദേശിക്കപ്പെട്ടത്. പക്ഷേ ജുഡീഷ്യൽ ആസ്ഥാനം തലശ്ശേരിയും എക്സിക്യൂട്ടീവിന്റെ ആസ്ഥാനം കണ്ണൂരുമായി. കണ്ണൂർ ഒരുപാട് വികസിച്ചു, തലശ്ശേരിയിൽ ഒരു വികസനവും ഉണ്ടായില്ല. ഉണ്ടായി എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷ മുന്നണിക്കോ പറയാനും കഴിയില്ല. ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രം തലശ്ശേരിക്ക് ചുറ്റും സ്വകാര്യ ആശുപത്രികൾ കൂടുപോലെ ഉയർന്നു വന്നു. നമ്മൾ നോക്കൂ, കണ്ണൂർ പോകുന്നതിനിടയിൽ 3-4 സ്വകാര്യ ആശുപത്രികൾ വന്നു. തലശ്ശേരിയിൽ ആശുപത്രി ഇല്ല. ഏതെങ്കിലും ഒരു വ്യവസായം തലശ്ശേരിയിൽ ആരംഭിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് തൊഴിൽ ലഭിക്കുന്ന ഒരു തൊഴിൽ സംരംഭം നിങ്ങൾ നോക്കൂ. എറണാകുളത്ത് K. കരുണാകരന്റെ താല്പര്യപ്രകാരം ലോകത്തിലാദ്യമായി PPP എന്ന നിലയിൽ ഒരു എയർപോർട്ട് വന്നു, അവിടെ ഒരു സ്റ്റേഡിയം വന്നു. തലശ്ശേരിയുടെ പ്രശസ്തിക്കനുസരിച്ച് ഒരു വികസനവും വരാതിരിക്കാൻ കാരണം ഇവിടെ ജയിച്ചു വരുന്ന പാർട്ടിക്കറിയാം ഒരു വികസനത്തിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ജയിച്ചുകൊള്ളും. അടിമകളായ വോട്ടർമാരെ അടിമകളാക്കിക്കണ്ട് അവർ നമുക്കേ വോട്ട് ചെയ്യുകയുള്ളൂ. ഞങ്ങൾ വിനീതമായി പറയുന്നു, താളം തെറ്റിയ ഭരണാധികാരിയെ നിലക്ക് നിർത്താൻ ബുള്ളറ്റ് കൊണ്ട് കഴിയില്ല, മർദ്ദനമുറകൾ കൊണ്ട് കഴിയില്ല, ആക്രമം കൊണ്ട് കഴിയില്ല. അവരെ നിലക്ക് നിർത്താൻ ജനാധിപത്യ സംവിധാനത്തിൽ സാധിക്കുന്നത് നിങ്ങൾക്കിതാ 9-ാം തീയതി ഒരു ബട്ടൺ അമർത്തുന്നു. ആ ബട്ടൺ അതിശക്തമാണ്. ജനവികാരത്തിനെതിരെ നിന്ന ഈ പാർട്ടിയെ നിലക്ക് നിർത്താനും നിലംപരിശമാക്കാനും തുടച്ചു മാറ്റാനും വേണ്ടി ഈ ബാലറ്റ്, ഈ ബുള്ളറ്റിനേക്കാളും ശക്തി. ദിസ് ബാലറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ ബുള്ളറ്റ് എന്നാണ്. അത് നിങ്ങൾ ഉപയോഗിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. തലശ്ശേരിയുടെ ഒരു മാറ്റത്തിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കും. അനിവാര്യമായ ഒരു വിജയം ഇവിടെ ഉണ്ടാവും. ഒരു വക്കീൽ എന്ന രീതിയിൽ സാറിന് തലശ്ശേരി കോടതിയെ പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന 2ാമത്തെ കോടതിയാണ് തലശ്ശേരി കോടതി, US സുപ്രീം കോടതിന് ശേഷം. 2001-ലാണ് തലശ്ശേരി കോടതിയുടെ 200-ാം വാർഷികം നമ്മൾ കൊണ്ടാടിയത്. പക്ഷേ തലശ്ശേരിയിൽ നിന്ന് കോടതികളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ പടുകൂറ്റൻ ബിൽഡിംഗ് എടുത്തിട്ടുണ്ട്. അത് പണ്ട് മുതലുണ്ടായ ഒരു നിർദ്ദേശം നടപ്പിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് തലശ്ശേരിയിൽ മാത്രമേ സെഷൻസ് കോടതി ഉണ്ടായിരുന്നുള്ളൂ.
ഇന്ന് മട്ടന്നൂരിൽ സെഷൻസ് കോടതിയുണ്ട്, തളിപ്പറമ്പിലുണ്ട് പോക്സോ കോടതി, കുടുംബ കോടതി കണ്ണൂരുണ്ട്. അപ്പൊ തലശ്ശേരിയുടെ കോടതിയുടെ പ്രതാപം പോലും നിലനിർത്താൻ ഈ ഇടതുപക്ഷ ഗവൺമെന്റുകൾക്ക് സാധിച്ചിട്ടില്ല. തലശ്ശേരി സബ് കോടതി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അവിഭക്ത കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സബ് കോടതി എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പ് മുതലുള്ള ജൂറിസ്ഡിക്ഷൻ തലശ്ശേരിക്കായിരുന്നു. ഇപ്പൊ കണ്ണൂർ സബ് കോടതി വന്നു. തലശ്ശേരി സബ് കോടതിയുടെ അധികാര പരിധി മുഴപ്പിലങ്ങാട് വരെയായി ചുരുങ്ങി. പോക്സോ കോടതിയുടെ അധികാര പരിധി മട്ടന്നൂർ കൂടി വന്നതോടുകൂടി വീണ്ടും തലശ്ശേരി ചുരുങ്ങി. വലിയ കെട്ടിടം കൊണ്ട് തലശ്ശേരി കോടതിയുടെ അധികാര പരിധി കൂടുകയല്ല, കുറഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് മറുപടി പറയാൻ ഈ ഭരണകൂടൻ ബാധ്യസ്ഥരാണ്. തലശ്ശേരി ലോകത്തെന്നും അറിയപ്പെടുന്നത് തലശ്ശേരി കോടതിയാണ്. തലശ്ശേരി കോടതിയിൽ നിന്ന് അഭിഭാഷകനായി ജഡ്ജിയായി വന്ന VR കൃഷ്ണയ്യർ EMS മന്ത്രിസഭയിലെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു, ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു. ജസ്റ്റിസ് ഖാലിദ് അദ്ദേഹം സുപ്രീം കോടതി വരെ ജഡ്ജിയായിരുന്നു. ജസ്റ്റിസ് ഭാസ്കരൻ അദ്ദേഹം ആന്ധ്ര ഹൈക്കോടതി വരെ ജഡ്ജിയായിരുന്നു, ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അത്രയും കൂടുതൽ പാരമ്പര്യം അവകാശപ്പെടുന്ന തലശ്ശേരി കോടതിയെ, അതിന്റെ അധികാര പരിധിയെ വെട്ടിച്ചുരുക്കി തലശ്ശേരിക്ക് ചുറ്റും മറ്റു സ്ഥലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ച് തലശ്ശേരിയുടെ വലിപ്പം ചെറുതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാൻ. സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന്റെ ഒരുപാട് നന്ദി. താങ്ക് യു.